അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഗ്രന്ഥങ്ങളിൽ ഒരു സ്ഥലത്ത് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സക്കരിയ നബി അലൈഹിസ്സലാമും ഇബ്ലീസും രണ്ടാൾക്കാർക്കുള്ള ഒരു സംസാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണാം. വളരെ ഗൗരവമേറിയ ഒരു സംസാരമായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം ഇബ്ലീസിനോട് ചോദിക്കുന്നു, നിനക്ക് ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടം ആരാണെന്നും അതേസമയത്ത് ജനങ്ങളെ കൂട്ടത്തിൽ നിനക്ക് വല്ലാത്ത ദേഷ്യം ആരോടാണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഇബ്ലീസ് പറഞ്ഞൊരു മറുപടി വളരെ ഗൗരവമുള്ളതാണ്, വളരെ അത്ഭുതകരമായ ഒരു മറുപടിയും കൂടിയാണ്. ഇബ്ലീസ് അവിടുന്ന് പറയുന്നു, അഹ്ബുന്നാസ് ഇലയ്യ അൽ മുഅ്മിനുൽ ബഖീൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബിശുക്കനായ മുഅ്മിനാണ്. അതേ സമയത്ത് എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളത് അൽ ഫാസിഖുൽ സഖിയു, ധർമ്മിഷ്ഠനായ തമ്മാടിയാണ്. ഇത് വല്ലാത്തൊരു മറുപടിയാണ്. കാരണം മുഅ്മിനോട് ബഖീലായ ബിശുക്കനായ ആർക്കും കൊടുക്കാത്ത ഒരു മുഅ്മിൻ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതേ സമയത്ത് തമ്മാടിയാണ്, പക്ഷെ അവൻ വല്ലാത്ത ധർമ്മിഷ്ഠനാണ്. അങ്ങനെയുള്ള ആള് എനിക്ക് വല്ലാത്ത ദ്വേഷമാണെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അത്ഭുതം തന്നെ. കാരണം തമ്മാടിയോടാണല്ലോ അവനിക്ക് ഇഷ്ടമുണ്ടാകേണ്ടത്, മുഅ്മിനോടാണല്ലോ അവനിക്ക് ദ്വേഷമുണ്ടാകേണ്ടത്. ഇത് നേരെ വിപരീതമാണ് അവൻ പറഞ്ഞത്. അപ്പൊ ഈ അത്ഭുതം, ഇത് വല്ലാത്ത അതിശയത്തോടു കൂടെ ബഹുമാനപ്പെട്ട സക്കരിയ നബി അലൈഹിസ്സലാം കേൾക്കുകയാണ്. അപ്പൊ അതെന്തേ അങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞൊരു മറുപടി വല്ലാത്തൊരു ചിന്തിപ്പിക്കുന്ന ഒരു മറുപടിയാണ്. വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇബ്ലീസ് പറയുകയാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടം ബഖീലായ മുഅ്മിൻ, അതായത് ബിശുക്കനായ മുഅ്മിൻ എന്ന് പറയാനുള്ള കാരണം, ഒരു മുഅ്മിൻ അവൻ എന്ത് അമലുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ബിശുക്ക്, അവന്റെ ആ ബിശുക്കുണ്ടല്ലോ ആർക്കും കൊടുക്കില്ല എന്നുള്ള ആ സ്വഭാവം തന്നെ, ആ കാര്യം തന്നെ മതി അവനെ പരാജയത്തിലേക്ക് എത്തിക്കാൻ, അവനെ നരകത്തിലേക്ക് എത്തിക്കാൻ. പിന്നെ ഞാൻ അവനൊന്നും കൊടുക്കേണ്ടതില്ല, ഞാൻ അവനൊന്നും ഫിത്നയാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവനെ തെറ്റിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ആവശ്യവുമില്ല. അവന്റെ ആ ബിശുക്ക് തന്നെ മതി അവനെ അള്ളാഹു ഇഷ്ടപ്പെടാതിരിക്കാനും അള്ളാഹു അവനെ ദേഷ്യപ്പെടാനും അതുമാത്രം മതി എന്ന് ഇബ്ലീസ് പറയുകയാണ്. അപ്പോൾ എനിക്ക് പിന്നെ അവനെ കൊണ്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവന് വേണ്ടത്ര വലിയൊരു സ്വഭാവം, അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകാനും അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്താനും പറ്റിയ ഒരു നല്ലൊരു സ്വഭാവം അവനിലുണ്ടല്ലോ. പിന്നെ എന്തിന് ഞാൻ അവനെ ദേഷ്യപ്പെടണം? അവനെക്കുറിച്ച് എനിക്ക് ഇഷ്ടമാണെന്ന് ഇബ്ലീസ് പറയുകയാണ്. അതേ സമയത്ത് ധർമ്മിഷ്ഠനായ ഫാസിക്ക്, അവനെനിക്ക് ഭയമാണ്, ദേഷ്യമാണ്. കാരണം അവൻ എത്ര തമ്മാടി ചെയ്തിട്ടുണ്ടെങ്കിലും അവൻ ധർമ്മിഷ്ഠനാണ്. ധർമ്മം എന്നുള്ളത് അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ്. ചിലപ്പോൾ ആ ധർമ്മത്തിന്റെ പ്രതിഫലമായി അവൻ ചിലപ്പോൾ നന്നാകാൻ സാധ്യതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തെറ്റുകളൊക്കെയും പുറത്തു കടക്കാൻ സാധ്യതയുണ്ട്. അള്ളാഹു മാഫ് ചെയ്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇവൻ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാനും സാധ്യതയുണ്ട് എന്ന് ഇബ്ലീസ് അവിടുന്ന് പറയുകയാണ്. വളരെ ചിന്തനീയമായ ഒരു വാക്കാണ്. ഇതുകൊണ്ടാണ് നാം ചിന്തിക്കേണ്ടത്, ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ ബഖീലാണോ, ഞാൻ ബിശുക്കനാണോ, അല്ല ഞാൻ സഖിയാണോ, ധർമ്മിഷ്ഠനാണോ എന്ന് ചിന്തിക്കേണ്ട ഒരു അവസ്ഥ, ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അതേ, നമ്മളാൽ കഴിയുന്ന രീതിയിൽ എനിക്ക് യോജിച്ചത്, എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ധർമ്മിഷ്ഠൻ ഞാൻ ആകണം. ആയില്ലെങ്കിൽ ഇബ്ലീസ് പറഞ്ഞതുപോലെ ആ ബഖീൽ, ആ ബിശുക്കത്തരം, അത് മാത്രം മതി നമ്മെ പരാജയപ്പെടുത്താൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.